ഇതൊരു 1 kg വാനില കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് 7 ഇഞ്ചിലാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയെന്ന് വെച്ചാൽ വാനില കേക്ക് 1/2 kg ചെയ്തു, ചോക്ലേറ്റ് കേക്ക് 1/2 kg ചെയ്തു. അപ്പോൾ ഓരോ കേക്കും 2 ലെയർ വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാനില രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു, ചോക്ലേറ്റ് കേക്കും അതേപോലെ 2 ലെയറായിട്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 ലെയർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത്രയും ഹൈറ്റിൽ കിട്ടിയിട്ടുള്ളത്. കസ്റ്റമർ എനിക്ക് തന്ന മോഡലും കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടുതലായിട്ടും എൻ്റെ ഡിസൈൻ വരുന്നത് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിലേ ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റുള്ളൂ, അതിങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് കുറഞ്ഞിരുന്നാൽ ആ ഡിസൈൻ അത്രയ്ക്ക് അങ്ങനെ എടുപ്പുണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റമർ തന്നിട്ടുള്ള മോഡലും അതേപോലെ ഹൈറ്റുള്ള കേക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിതേപോലെ 2 കളർ കൊടുക്കുമല്ലോ കേക്കിലേക്ക്. ഇപ്പോൾ ഞാനിവിടെ വൈറ്റും യെല്ലോയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ വൈറ്റ് ക്രീം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം യെല്ലോ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാം, അങ്ങനെ താഴോട്ടൊന്നും ആവില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ കസ്റ്റമർ തന്ന മോഡലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ നമ്മളൊരു ഉദ്ദേശത്തിൽ നമുക്കിങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാലും നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ കസ്റ്റമർ തന്നതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഹാഫ് പോർഷൻ മാത്രം അത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം അവിടെ മാത്രം ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തോട്ട് ആ വൈറ്റ് വരുന്ന സ്ഥലത്തേക്ക് ഒന്ന് തൊട്ടിട്ടേ ഇല്ല. ഞാൻ ആദ്യം യെല്ലോ മാത്രമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കാരണം വൈറ്റ് ക്രീം നമ്മൾ നേരത്തെ തന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമാണ് കേട്ടോ ഈ യെല്ലോ കൊടുത്തിട്ടുള്ളത്, തിക്കായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാത്രം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ 2 കളർ കൊടുക്കാൻ, അല്ലെങ്കിൽ വൈറ്റും യെല്ലോയും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് രണ്ടും കൊടുത്തതിന് ശേഷം ഒരുമിച്ച് സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ യെല്ലോ മാത്രം രണ്ടാമത് കൊടുക്കുന്നത് ആദ്യം വൈറ്റ് കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി ആ യെല്ലോയുടെ മുകളിൽ വരണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ജസ്റ്റ് ഞാൻ ആ ഒരു ബോട്ടിലിൽ നിന്ന് സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ യെല്ലോയിലേക്ക് ഒന്ന് കൊടുത്തപ്പോൾ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ആ ഒരു യെല്ലോയിൽ മാത്രമാണ് ഞാൻ ടച്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു വൈറ്റിലേക്ക് ഞാൻ തൊട്ടിട്ടേ ഇല്ല, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയി. നമുക്ക് ഏകദേശം ഒന്ന് ആ ഒരു യെല്ലോ കൊടുത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് ടോപ്പിലും സൈഡിലും ഒക്കെ ഒന്ന് ഫിനിഷായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഒരു വലിയൊരു സ്ക്രാപ്പർ വെച്ചിട്ട് രണ്ടും ഒരേപോലെ 2 ക്രീമും ഒരേപോലെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നേരെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും യെല്ലോയിൽ നമ്മൾ കൊടുത്തതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വൈറ്റിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് രണ്ടും കൂടി ഒരേപോലെ അങ്ങ് ലെവലായി വന്നോളും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കളർ കൊടുത്ത സമയത്ത് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാതെ ഇതുപോലെ ആദ്യം ആ ഒരു രണ്ടാമത് കൊടുത്ത കളറൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട്, അതായത് ഈ ഹൈറ്റുള്ള കേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കേക്കിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള സ്ക്രാപ്പർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് 2 ക്രീമിലും ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഒരേ ലെവലിൽ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒരു ക്രീം പുറത്തേക്ക് തള്ളിയിട്ടും അകത്തേക്ക് തള്ളിയിട്ടും അങ്ങനെയൊക്കെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പർ പിടിക്കുന്നതിൻ്റെ ആ ഒരു രീതിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്രാപ്പർ വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരേപോലെ അങ്ങ് ടേൺ ടേബിൾ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അത് കറക്റ്റായിട്ട് ആ ക്രീമിനെ അങ്ങ് വലിച്ചങ്ങ് എടുത്തിട്ട് എക്സ്ട്രാ വരുന്നതെല്ലാം ഇങ്ങനെ അങ്ങ് അതിനകത്തങ്ങ് വന്നോളും. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്ക്വയർ വെച്ചിട്ട് വരച്ചിട്ടുള്ള ഒരു ഡിസൈനായിരുന്നേ, അത് അത്രയും ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് സമാധാനത്തിൽ ആ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് എനിക്ക് ലാസ്റ്റ് കൊടുക്കേണ്ട കേക്കായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കൊടുക്കാനുണ്ടായിരുന്നത് ഒരു ഡ്രീം കേക്കായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തു. അതും ടൈം ആയില്ല, അതുകൊണ്ട് ഞാൻ അത്രയും ചെയ്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീടാണ് കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അത് കസ്റ്റമർ വരണതിന് തൊട്ട് മുന്നേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും റെഡിയാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു കേക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു 1 kg വാനില കേക്കായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പുറത്തെടുത്തിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കസ്റ്റമർ എനിക്കൊരു 4-5 മോഡൽ 2-3 മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു ഡിസൈനാണ്, ഞാൻ എന്തോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ മാറ്റി വേറെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അപ്പോൾ എനിക്ക് അങ്ങനെ
തോന്നി അത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഡിസൈൻ കണ്ട് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, കാരണം ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വൈഫ് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഡിസൈൻ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞ് ഹാർട്ട് ഉണ്ടല്ലോ അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഞാൻ കൊടുത്ത കേക്കിലേക്ക് ഒരു ഹാർട്ട് മാത്രം റെഡ് വെച്ചിട്ട് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ അവർ തന്നിട്ടുള്ള മോഡലിൽ വൈറ്റും വെച്ചിട്ടുള്ള ഹാർട്ടും ഉണ്ടായിരുന്നു. പിന്നെ അവർ റെഡ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഇങ്ങനെ അതും കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ആ പൈപ്പ് ബാഗിൻ്റെ അറ്റം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് പൈപ്പ് ചെയ്യൊന്നും വേണ്ട, അത്രയ്ക്ക് ചെറുതായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് നേരത്തെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ നിന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഒരു വൈറ്റ് ഹാർട്ടൊക്കെ ചെയ്തത് തന്നെ. അപ്പോൾ അത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രീം കേക്ക് എടുത്തിട്ട് അതിൽ കൊക്കോ പൗഡർ അടിച്ചിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേറെ ഒന്നും എഴുതാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് കുറച്ച് ഗ്ലിറ്ററും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലെയിനായിട്ട് അങ്ങനെ ഇടുമ്പോൾ എന്തോ എനിക്കൊരു ഭംഗി കുറവ് തോന്നാറുണ്ട്, അതുകൊണ്ടാണ് ഈ ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വാഞ്ചോ കേക്ക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ കുറച്ച് സാവധാനം ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ സൈഡിൽ ഡിസൈൻ ആയതുകൊണ്ടും കസ്റ്റമർ തന്നിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടും ഞാൻ വിചാരിച്ചു അതൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. അങ്ങനെ വരഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം ഏത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സൈഡിലോട്ട് ചെയ്ത് കൊടുക്കും. കാരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് തിരുത്താമല്ലോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്കിലൊന്ന് സ്ക്വയർ വെച്ചിട്ട് വരഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, സ്ക്വയറിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് വരഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി കട്ടി കൂടുതലായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള വശത്തെല്ലാം ഞാൻ ഇതേപോലെ ഒരു ഫ്രണ്ട് വശം വെച്ചിട്ടാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ ചെറിയൊരു ലൈൻ പോലെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ഓറഞ്ച് പോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ അതിൽ കണ്ട ഫ്ലവർ എങ്ങനെ ചെയ്തിട്ട് എനിക്കത് റെഡി ആവണുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ക്രീമിൻ്റെ കുഴപ്പമായിരുന്നു. ക്രീം അങ്ങ് ലൂസായിപ്പോയി. എനിക്കിപ്പോൾ 2-3 പ്രാവശ്യം കൊണ്ട് ഈ ഫിയോന പണി തരണുണ്ട് ചില സമയങ്ങളിലൊക്കെ. എന്ത് പറ്റിയതാണെന്ന് അറിയാൻ വയ്യ. ക്രീം എത്ര നമ്മൾ ബീറ്റ് ചെയ്തെടുത്താലും ഒന്നുകിൽ സ്റ്റിഫായി പോവും, ഇല്ലെങ്കിൽ ലൂസായി പോവും. കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ ക്രീം അങ്ങ് നല്ലോണം ലൂസായി പോവും. എന്നാൽ നമുക്ക് ആ ഒരു മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കേക്ക് ചെയ്യാൻ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ക്രീം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്തേക്കും അതിരുന്ന് സെറ്റാവാനുള്ളതാണ്. പക്ഷേ ഞാൻ എടുത്ത് ചെയ്ത സമയത്തും കറക്റ്റായിട്ട് ആ പെറ്റലൊന്നും എനിക്ക് വരണേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഫ്ലവർ ഒന്നോ രണ്ടോ കണ്ട് ഞാൻ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 ടൈപ്പ് ഫ്ലവറാണ് കസ്റ്റമർ എനിക്ക് തന്നതിനകത്തുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ആ ഒരു
ഷെൽ നോസിലിൻ്റെ ചെറിയ നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടുള്ളൊരു കുഞ്ഞു ഫ്ലവർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ റോസ് പെറ്റലിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ അത് ക്ലിയറായിട്ട് കിട്ടണില്ലായിരുന്നു. അതുകൊണ്ട് ഒരു 3 ഫ്ലവർ അങ്ങാണ്ട് ഞാൻ അത് വെച്ചിട്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വൈറ്റ് വെച്ചിട്ട് കുഞ്ഞ് ഡോട്ടുകളും കൂടി കൊടുക്കാൻ ഓരോ ഇങ്ങനെ വരുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഓരോ ലൈനിലും കുഞ്ഞ് വൈറ്റ് വെച്ചിട്ടുള്ള ഡോട്ടും കൂടി ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ ഒരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ലീഫ് ചെയ്തിട്ടുള്ളത് നമ്മൾ നോസിലൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു കുറച്ച് ഗ്രീൻ കളറൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ആ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ലീഫാണ്. അപ്പോൾ ലീഫെല്ലാം കൊടുത്തതിന് ശേഷം ഷുഗർ ബോൾസും കൂടി കുറച്ച് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേരൊന്നും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ചെയ്ത് കസ്റ്റമറിന് ഫോട്ടോ ഇട്ട് കൊടുത്ത സമയത്ത് പേരും കൂടി എഴുതണമെന്ന് പറഞ്ഞു. പിന്നെ ക്രീം കൊണ്ട് നമ്മൾ പേരെഴുതുന്ന സമയത്ത് ഒന്നുകിൽ യെല്ലോ ഇട്ട് എഴുതണം അല്ലെങ്കിൽ വൈറ്റ് ഇട്ട് എഴുതണം. ഈ യെല്ലോയുടെ മുകളിൽ യെല്ലോ എഴുതുമ്പോൾ സമയത്ത് നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ഇട്ട് എഴുതിയാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ വേറൊരു കളർ അതിലേക്ക് കൊടുക്കുന്നതും ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഫോണ്ടൻറ്റിലാണ് പേരെഴുതി മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കേക്ക് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻറ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം.